എല്ലാവർക്കും നമസ്കാരം. ആരിഫ് ഇക്കാക്കാനോട് പറയാനുള്ളത്, പറഞ്ഞോളൂ. ഇപ്പം ഈ ബിസ്മി ചൊല്ലി ക്രിസ്മസ് കേക്ക് കഴിക്കുന്നതാണോ, അരവണ പായസം ബിസ്മി ചൊല്ലി കഴിക്കുന്നതാണോ, അതോ ആഹാരം കഴിക്കുമ്പോഴാണോ? എപ്പോഴാണ് ഇക്കാക്ക ഈ കുരുവൊക്കെ പൊട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇന്ന് പീസായിട്ട് വെട്ടി മീനെ വറുത്തെടുക്കുന്ന പോലെ എടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ലടാ. നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാണുങ്ങളും പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കില്ല, അതറിയില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ അല്ലടി. എന്താണ് ഈ അരവണ പായസം വിഷയം? അതെന്താണ് സംഗതി? ശ്രീ ആരിഫ് ഹുസൈൻ അരവണ പായസം കഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് യാദൃച്ഛികമായി എന്റെ ഒരു സ്റ്റുഡന്റ് ആണ് അയച്ചു തന്നത്. അതെനിക്ക് ഇഷ്ടമില്ല. എന്റെ കുടുംബത്തിൽ എന്നോട് അങ്ങനെ അരവണ പായസം കഴിക്കരുതെന്നോ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനം കഴിക്കരുതെന്നോ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇന്നുവരെ അത് കഴിക്കാതിരുന്നിട്ടുമില്ല. തരികിടയാണല്ലേ? എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ്, എന്താ ഇസ്ലാം ഇതിനെല്ലാം എതിരാണെന്നും ശ്രീ ആരിഫ് ഹുസൈന് പറയാൻ പറ്റുക എന്നുകൂടി എനിക്കൊരു ചോദ്യമുണ്ട്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ടീച്ചർ പന്നിയിറച്ചി കഴിക്കില്ല, അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ടീച്ചർ കഴിക്കാതിരിക്കുമായിരുന്നു. ഇതാണ് അവിടെ വരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? പന്നിയിറച്ചി കഴിക്കരുതെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു നിയമം ഒരാൾ പറഞ്ഞപ്പോ ഞാനത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇസ്ലാമിൽ ഇല്ല എന്നൊരു ധാരണയാണ്. ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമാണ് അവിടെ വരുന്നത്. ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ പറയില്ല, ഇതെല്ലാം ഉസ്താദുമാരെ കൊണ്ട് മാത്രമേ ഞാൻ പറയിപ്പിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, സംഗതി ഫ്ലാഷ് ബാക്കാ. ക്രിസ്മസ് കേക്കിന്റെയും ആ ഷെർക്കും ആ ഹറാമും അതൊക്കെ ഇല്ലാതെയാക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിച്ചു കളയും. ഇത് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരാണ്. ക്രിസ്മസ് കേക്ക് ഹിന്ദു മുസ്ലിംസിനെല്ലാം ഹറാമാണെന്നും അവരാരും അത് കഴിക്കാറില്ലെന്നും. എന്തേ? ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി ഹറാമാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാവരും ക്രിസ്മസ് കേക്ക് അപ്പോഴേ കിട്ടിയാലും കഴിക്കും. എന്താ കാര്യം? ഒരാൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണ്. അങ്ങനെ ഈ റോളും നഷ്ടമായി. ഒരപേക്ഷയും കൂടിയുണ്ട്. ആയിക്കോട്ടെ. താങ്കൾക്ക് ഇഷ്ടമല്ല എങ്കിൽ മതം ഉപേക്ഷിച്ച് പോകുന്നതിന് ആരും എതിരല്ല. അതിനുവേണ്ടി ആരെയും കൊല്ലാനും ഒന്നും ഇവിടെ ആരും ആഹ്വാനം ചെയ്തിട്ടുമില്ല, അങ്ങനെ പറയുന്നുമില്ല. ഓ അപ്പടിയാ വിഷയം. ഒരു നിമിഷം. സമസ്തയുടെ അടക്കമുള്ള മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം വിട്ടവനെ കൊല്ലണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കുടൽമാല നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടിട്ടപ്പോഴും കൂടെ നിന്നവർ അവരെ പിടിച്ചു മാറ്റാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൽ എങ്ങനെയാണ് മതം ഉപേക്ഷിച്ച ഒരാളെ കൊല്ലാൻ പറയുകയാണ്? കഴിഞ്ഞിട്ടില്ല. എന്റെ മകൾ മദ്രസയിൽ പഠിക്കുന്നു, അവരോട് ഇതുവരെ മതം ഉപേക്ഷിച്ചവരെ കൊല്ലാനോ ആരെയും കൊല്ലാനോ ഇസ്ലാം മതത്തിൽ എന്റെ സ്റ്റുഡന്റ് പഠിപ്പിച്ചിട്ടില്ല. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ സമസ്തയുടെ അടക്കമുള്ള മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം വിട്ടവനെ കൊല്ലണം. അങ്ങനെയൊക്കെ വഴിയില്ല. മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? എന്താ? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ല, ഒരു സെക്കൻഡ് താങ്കൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് ടീച്ചർ ഇനി കുടൽമാല ഒരു സെക്കൻഡ്. അവന് കിട്ടിയതെന്താണ്? തല വെട്ടി, പിന്നെ തലയില്ലാതെയാണ് അയാൾ പോകുന്നത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം. അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ചോദിച്ചു, മുഹമ്മദ് എന്റെ കുട്ടികൾക്കാരുള്ളത് നരകമാണ് എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു, കീഴടങ്ങിയിട്ട് കൊല്ലാണോ, പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാണോ? ഞാനത് ഏറ്റുമുട്ടലൊന്നും വരാതെ എന്നെ കയ്യും കാലം കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. അയാളോട് പക വീട്ടുന്ന മുഹമ്മദ് നബിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇവൻ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കണ്ണ് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല എന്റെ കഴുത്തവൻ കുടൽമാറിയിട്ടു. എന്നെ നോയിച്ചാണ്ടല്ലോ.
കൊടൽമാല ഇട്ടവനോട് ക്ഷമിച്ചു എന്ന് അവനക്ക് ക്ഷമിച്ചിട്ടില്ല. അത് ബാഹുബലി 1-ലാണ് ക്ഷമിച്ചത്. ബാഹുബലി 2 ആണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത്. ബദറില് ആ ആളെ പിടിച്ച് വെട്ടിക്കൊന്ന്, അതും അയാളോട് നേരിട്ടുള്ള സംസാരം വരെ ഇവിടെ കേൾക്കുകയാണ്. ക്ഷമിക്കൂ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഇല്ല ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അയാളോട് പക വീട്ടുന്ന മുഹമ്മദ് നബിനെയാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ടീച്ചർക്ക് അറിയില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. ഇനി അരോണ പായസത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് അതിലെ പ്രശ്നം? ഇതാണല്ലോ നമ്മൾ കേൾക്കേണ്ടത്. അപ്പോ ജിതേഷ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യും. നമ്മൾ ആദ്യം വെച്ചത് അരവണ പായസം എന്തുകൊണ്ട് അത് കഴിക്കരുത്? ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം അത് നമുക്ക് നൽകിയാൽ കഴിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഉത്തരം പറ. ക്ഷേത്രത്തിലേക്ക് അവർ പോയി പൂജയുടെ ഭാഗമായി അവിടെ ഉണ്ടാക്കുന്ന അരവണ പായസം അത് നമുക്ക് നൽകിയാൽ ഞാൻ അത് കുടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അവരുടെ പൂജയുടെ ശിർക്കിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചു വരുന്ന ഒരു പായസമാണ് ഈ അരവണ പായസം. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പെപ്സി കുടിച്ചതിന്റെ പേരിൽ ആരും നരകത്തിൽ പോകില്ല. പക്ഷെ അരവണ പായസം കഴിച്ചതിന്റെ പേരിൽ നിങ്ങൾ നരകത്തിൽ പോകും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇവിടെ ബാലുശ്ശേരി പറഞ്ഞതിന്റെ ആകത്തുക. ആദ്യം കാണിച്ച ഒരു ഉസ്താദ് പറഞ്ഞില്ലേ, ഇസ്ലാം ഉപേക്ഷിച്ചവനെ കൊല്ലണം. അതായത് ഇത് വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. വിശ്വാസികളോട് പറയുകയാണ്, മതം ഉപേക്ഷിച്ച ആളെ കൊല്ലണം എന്ന് പറയുമ്പോൾ മതം ഉപേക്ഷിച്ച് പോയാൽ ഉടനെ പോയി തലവെട്ടി കളയണമെന്നല്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട സംഭവം ഇപ്പോ ശ്രീ ആരിഫ് ഹുസൈൻ കാണിച്ചതും എനിക്ക്, അതായത് ഞാൻ പഠിച്ച ചരിത്രത്തിൽ അദ്ദേഹം അതിനെ ക്ഷമിക്കാനാണ് പറഞ്ഞതെന്നാണ്. പിന്നെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അതായത് യുദ്ധങ്ങൾ ഇപ്പം രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ യുദ്ധമുണ്ട്. ബദർ യുദ്ധത്തിൽ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തോ എന്നതിനെ പറ്റി എനിക്ക് വിശദമായി അറിയാത്തത് കൊണ്ട് ഞാനിത് തർക്കിക്കുന്നുമില്ല, അതിനെക്കുറിച്ച് പറയുന്നതില്ല. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. എന്റെ അഷ്റഫ് ഉസ്താദ് എനിക്ക് പറഞ്ഞ ചരിത്രത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ഇട്ടപ്പോഴും അവരോട് ക്ഷമിക്കാനാണ് മുഹമ്മദ് നബി പറഞ്ഞതെന്നാണ്. നീ എന്റെ കൈ കൊണ്ടേ ജാകത്തുള്ളൂ. അതായത് വെളുത്ത സൽമാൻ ഫാരിസിയെയും കറുത്ത ബിലാലിനെയും ഒരുമിച്ച് നിർത്തി ലോകത്തിന് മുന്നിൽ വർണ്ണ വിവേചനത്തിനെതിരെ മാതൃക കാണിച്ചു കൊടുത്ത ഒരു ഗുരുനാഥനാണ്. നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സത്യത്തിൽ ഇവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്തും അതുപോലെ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് വരുമ്പോഴും നമുക്കൊക്കെ ഒരു സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ ആ പ്രതീക്ഷ അസ്തമിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കാണുന്നത്. കാരണം എന്താ, ഇവിടെ മതം വിട്ടവന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അങ്ങനെയാണ് എന്ന് പറഞ്ഞ ടീച്ചർ അതിനുള്ള തെളിവ് ഈ കിതാബിലുള്ളത് കാണിച്ചപ്പോൾ അതിനെ തള്ളുകയല്ല അവിടെ ചെയ്യുന്നതായിട്ട് കണ്ടത്. അത് അതിന്റെ ഒരു നിയമം അങ്ങനെ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യയിൽ അത് നടപ്പിലാക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. ഇത് അങ്ങനെ ഉള്ളതിന് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഇത് ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. 2, ഈ പറയുന്ന കൊടൽമാലയുടെ കഥ പറഞ്ഞു, അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ കഥ, അത് വെറുതെ അല്ല വിട്ടത്, അയാളെ തെരഞ്ഞു പിടിച്ച് പക വീട്ടുന്ന കാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് യുദ്ധസന്ദർഭത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് പറഞ്ഞിട്ട് അതിനെയും ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇതേപോലെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. ഈ റേസിസത്തിന് എതിരാണെന്നുള്ളത്, കറുത്ത മുന്തിരിത്തലയനായ അടിമ എന്ന പ്രയോഗം പ്രയോഗിച്ചത് ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. നീയാണ്? അതെ, ഞാനാണ്. അപ്പൊ ഈ കറുത്ത അടിമയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹദീസിൽ എഴുതി വെച്ച സാധനമാണ്. ടീച്ചർ തലേ കൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് കണ്ടിട്ടുള്ള ആളുകളാണ്, ടീച്ചർ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഷോക്ക് ഉണ്ടാവും. നമ്മൾ അത് സമാധാനിക്കുന്നത്. എനിക്കത് ശീല പുത്തരിയല്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് പിന്നെ ഇപ്പം ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഈ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകൻ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി പഠിച്ച് തെളിവ് സഹിതം ബോധിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എഴുതി വെച്ച ഗ്രന്ഥമായിക്കൊള്ളട്ടെ ഖുർആൻ, അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവരത് ഫോളോ ചെയ്ത് ജീവിക്കുന്നതിൽ ഇവിടെ ആർക്കാണ് എതിർപ്പ്? അത് ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത താങ്കൾ അതിനകത്ത് നിന്ന് പുറത്തു വന്നതിന് ശേഷം കൊല്ലാൻ പറയാൻ എന്താണ് ഇവിടെ അർഹത? ഇതാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അങ്ങനെ ഒരു നിയമത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നതിന് പകരം അത് വിശ്വാസികളോടല്ലേ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. ടീച്ചർ പറയുന്നത് അതായത് മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് വിശ്വാസികളോടാണ്. അതിന് ഉദ്ദേശം എന്താണ്? ഞാൻ മതം വിട്ടവനെ കൊല്ലാൻ വിശ്വാസികളോട് പഠിപ്പിക്കാനല്ല പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറബ് അത് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കടക്കാത്തത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. മതം വിട്ടവനെ കൊല്ലാൻ താങ്കൾ മതം വിട്ടതല്ലേ? താങ്കളെ ആരെങ്കിലും കൊല്ലാൻ വന്നിട്ടുണ്ടോ? കേമോ എന്ന് പറഞ്ഞാ പോരാ,
തോൽവിയുടെ പടുകുഴി. താങ്കളെ ആരെങ്കിലും കൊല്ലാൻ വന്നിട്ടുണ്ടോ? ടീച്ചർ അതിനെ ന്യായീകരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു നിയമത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നതിന് പകരം അത് വിശ്വാസികളോടല്ലേ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. അപ്പൊ ഇസ്ലാം അറിയാത്ത ടീച്ചർ എങ്ങനെയാണ് ഇസ്ലാമിൽ ആ നിയമം ഇല്ല എന്ന് പറയുന്നത്? ഇപ്പൊ എന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം അതിനകത്ത് എടുത്ത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സാധനം എന്താണെന്ന് അറിയാതെ ടീച്ചർ എങ്ങനെയാണ് ഒരു സാധനം തെറ്റാണെന്ന് പറയുന്നത്? ഇത് തന്നെയാണ് ടീച്ചർ ചെയ്യുന്ന തെറ്റ്. ഒന്നില്ലെങ്കിൽ ഒരു ടീച്ചർ ആദ്യം ചെയ്യേണ്ടതാണ് ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവുക, അതല്ലേ വേണ്ടേ? അപ്പൊ നമ്മൾ മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ ടീച്ചർ കണ്ടിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇതേപോലെ വന്ന് ഇമോഷണലി ഇതിന് ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടാക്കിയല്ലേ വേണ്ടത്. ഇത് കാര്യമായിട്ട് പഠിക്കാൻ തയ്യാറാവുക. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. അതല്ലാതെ ഈ വിമർശകരുടെ തലയിലോട്ട് കയറുകയല്ല വേണ്ടത്. ഇവിടെ പറഞ്ഞു മരിച്ച ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ്, ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു മുഹമ്മദ് നബി. പക്ഷെ എന്താ ഉണ്ടായത്? അത് ഒരു ജൂതന്റെ മയ്യത്താണെന്ന് അറിഞ്ഞപ്പോ മുഹമ്മദ് അയ്യോ ജൂതനായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. മുഹമ്മദ് നബി അതൊരു മുസ്ലിം ആണെന്ന് വിചാരിച്ചാണ് എഴുന്നേറ്റ്. ഇസ്ലാം അറിയില്ല എന്റെ പൊന്നു ടീച്ചർ. നിങ്ങൾ എങ്ങനെയാണ് അത് ഇസ്ലാം അല്ല, എന്റെ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാ? എന്റെ ഇസ്ലാം അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണ്. താങ്കൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലെ നീന, മതം വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, അതേപോലെ മതം വിമർശിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ ആരിഫിനെ ആ അവകാശം ഉപയോഗിക്കാമല്ലോ. അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സമർത്ഥിച്ചല്ലേ പറ്റൂ. ആരിഫ് പറയുന്ന കാര്യങ്ങളൊന്നും ഖുറാനിലോ ഹദീസിലോ വിരുദ്ധമായ കാര്യങ്ങളല്ല, ഖുറാനിലും ഹദീസിലുമുള്ള മതത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലല്ല, സാറിന് അറിയില്ല. സാറിന് ഇപ്പൊ ഖുർആൻ അറിയില്ല. ഇങ്ങനെയാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിനുള്ള തെളിവുകൾ കാണിക്കുന്നുണ്ട്, ഖുറാന്റെ വരികൾ കാണിക്കുന്നുണ്ട്. ആ രീതിയിലല്ലേ ആരും സംസാരിക്കുന്നത്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ സാറിനോട് പറയാം, ഞാൻ പച്ചവെള്ളം പോലെ പഠിച്ച് പറയാം. ഒരിക്കലും പച്ചവെള്ളം പോലെ ആർക്കും അറിയില്ല, പച്ചവെള്ളം പോലെ പഠിച്ച് പറയാനും പറ്റില്ല. അതൊരു ഉപമയാണ്. ആ ഉപമയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയായി, നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയായി എനിക്ക് എങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഒറ്റ സെക്കൻഡ്, ഇത് ടീച്ചർ ഒന്ന് വായിക്കാവോ? വായിക്കേ. അയ്യോ, കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അന്ധനാണ്, കണ്ണ് കാണാൻ പറ്റില്ല. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല സാർ. ഞാൻ വായിക്കാം. ഇബ്നു അബ്ബാസ് said, the messenger of Allah said, whoever changes his religion, kill him. ഹദീസാണ്, സഹീഹ് ഹദീസാണ്. ഇത് അവിടെ നിങ്ങൾക്ക് കാണാം, സുനൻ അൻ-നസായി 4059. ഇതെന്തിനാ ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ച, ഇപ്പം നമ്മൾ നടത്താറുള്ള കോയ കോളിംഗ് പരിപാടിയിൽ കാണുന്ന അതേ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ABCD അറിയില്ല. അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിയില്ല എന്നൊന്നും മുഴുവനായിട്ട് അറിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. ആ കാര്യങ്ങൾ വേറെ എവിടെന്നെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഉടനെ നമ്മളോടുള്ള എതിർപ്പായിട്ടും ഞാൻ എവിടുന്ന് തപ്പിക്കൊണ്ട് വരുന്നതായിട്ട് കാണുകയാണ്. ഞാൻ അതാ വെല്ലുവിളിച്ചത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലോ എവിടെയാണോ എന്നുള്ളത് എടുത്തിട്ട് ഞാൻ പറയുന്ന സാധനം തെറ്റാണ് എന്ന് നിങ്ങൾ ഒരെണ്ണം തെളിയിച്ച് കാണിക്കുക. ഒരേ ഒരെണ്ണം. ഞാൻ എന്റെ പണി 6 വയസ്സ് മുതൽ കല്യാണം കഴിച്ചു, 9 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. അന്ന് ചൈൽഡ് മാരേജിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഇപ്പൊ ഇന്ത്യയിലെ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധി അന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ 12, 9, 6 വയസ്സുള്ളവരെയൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഇത് പറയുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ 6-ാം വയസ്സും കല്യാണമൊന്നും ഞാൻ ഇവിടെ ഒരിക്കൽ പോലും പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനെ ഗാന്ധിജിയെ സമാഹരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മുഹമ്മദ് നബി ഞാനിവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞിട്ടില്ല. യെസ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവരുന്നത്? ഇനി ഇവിടെ ഹസന എന്ന് പഠിപ്പിക്കുന്ന ഉത്തമ മാതൃക എന്ന് പഠിപ്പിക്കുന്ന പോലെ ഗാന്ധിജി ഉത്തമ മാതൃകയല്ല. ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ നമ്മളോട് അപ്പിയിടാൻ പറയുന്നില്ലെന്ന് കൊണ്ട് ടീച്ചറെ. അക്കൂസി പോകുന്നതിന് വരെ ഹോമം നടത്തുന്ന വിവരദോഷികൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബി 6-ാം വയസ്സിൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് പിഡോഫീലിയാണ്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഇന്നാണ് മുഹമ്മദ് നബി ജീവിക്കുന്നുണ്ടെങ്കിൽ പോക്സോ കേസിൽ ഉണ്ടയിൽ നിന്ന് ജയിലിൽ കിടക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ അഡ്രസ് ചെയ്തത് ടീച്ചറിനെ അല്ലല്ലോ. ഞാൻ അഡ്രസ് ചെയ്തത് സിംസാറുൽ ഹഖ് ഹുദവീനെയാണ്. ഞാൻ അഡ്രസ് ചെയ്തത് ബാലുശ്ശേരിനെയാണ്. ഞാൻ അഡ്രസ് ചെയ്തത് തീവ്രമായ മത ആശയം പ്രചരിപ്പിക്കുന്ന സലഫികളെയാണ്. അതിന്റെ ഇടയിൽ ടീച്ചർ എന്തിനാണ് വന്ന് തലയിട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത് ശരിയാവുന്നത് ഇവിടെയാണ്. ഇപ്പൊ കണ്ടോ ടീച്ചർ ഇവിടെ ഈ ഇരിക്കുന്ന ഒരു ഇരിപ്പ്, ഇത് മഫ്ത, ഈ പറയുന്ന ഹിജാബ് പ്രോപ്പർ ആയിട്ട് ഇട്ടിട്ടില്ല. അതിൽ ഒരു മുടി പുറത്ത് കാണിച്ചാൽ അത് നരകത്തിൽ പോകുന്ന സാധനമാണെന്ന് ഉസ്താദ്മാര് ഇവിടെ മതം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ടീച്ചർ മറന്നു പോകുന്നു, കേൾക്കുന്നില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ.
കൈവിട് ശിവകാമി. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. വരട്ടെ അളിയ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ